ഓക്കെ, എഴുത്. ഡ്രോ വെൻ ഡയഗ്രാം, ഡ്രോ വെൻ ഡയഗ്രാം, ഡ്രോ വെൻ ഡയഗ്രാം ടു റെപ്രസെന്റ്, ഡ്രോ വെൻ ഡയഗ്രാം ടു റെപ്രസെന്റ് എ ഡെൽറ്റ ബി. Draw Venn diagram to represent A delta B. Draw Venn diagram to represent A delta B. Venn diagram form ചെയ്യാൻ, Venn diagram form ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. Draw Venn diagram to represent A delta B. A delta B Venn diagram കാണിക്കണം. Venn diagram അപ്പൊ A delta B എന്ന് പറഞ്ഞാൽ അത് സിമെട്രിക് ഡിഫറൻസ് എന്നാണ് A delta B ഡിഫൈൻ ചെയ്യുന്നത്. സിമെട്രിക് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ A മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ആണ്. A മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ഡെൽറ്റ ബിയുടെ വാല്യൂ ആണ് A മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. ഇതാണ് A ഡെൽറ്റ ബി. അപ്പൊ നമ്മൾ വെൻ ഡയഗ്രത്തിൽ കാണിക്കുമ്പം നമ്മൾ അന്ന് പഠിച്ചതുപോലെ മൊത്തത്തിലുള്ള സെറ്റ്, യൂണിവേഴ്സൽ സെറ്റ് ഒരു റെക്ടാങ്കുലർ ബോക്സിൽ കാണിക്കണം. എയും ബിയും ജോയിൻ ചെയ്തേ വരയ്ക്കാവുള്ളൂ. ഡിസ്ജോയിന്റ് ആയിട്ട് ഇത് ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല. എയും ബിയും എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ അന്ന് പഠിച്ചതുപോലെ എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നത് കളഞ്ഞിട്ട് ബാക്കി ഫസ്റ്റിലുള്ളത് എ ബി എന്ന് പറയുമ്പോ എയിലും ബിയിലും കോമൺ ഇതാണ്, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റിലുള്ളത് ഇതാണ് എ മൈനസ് ബി. പിന്നെ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബിയിലും എയിലും കോമൺ ആയിട്ട് വരുന്ന കളഞ്ഞിട്ട് ബിയിലുള്ളത് ബിയിലും എയിലും കോമൺ ആയിട്ട് വരുന്നത് ഇതാണ്, അത് കളഞ്ഞിട്ട് ബിയിലുള്ളത്. യൂണിയൻ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ ചേരുന്നത് ഇതാണ് എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. ഇതാണ് ഈ വെൻ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. എ മൈനസ് ബി ഈ പോർഷൻ, ബി മൈനസ് എ ഇത്, യൂണിയൻ എന്ന് പറഞ്ഞാൽ ഫുൾ. പിന്നെ അടുത്തത് second question. Let this set A is equal to, let this set A is equal to 1, 2, 3, 4, 5, 6. Let this set A is equal to 1, 2, 3, 4, 5, 6. And R is defined as, R is equal to സെറ്റിനകത്ത് I, J, സെറ്റിനകത്ത് I, J such that x, y തന്നെയാണ് I, J such that modulus I minus j is equal to 2 such that modulus
I minus j is equal to 2. Modulus I minus j is equal to 2 is R transitive, is R transitive, is R transitive, is R reflexive, is R reflexive, is R symmetric, is R symmetric, is R transitive, is R reflexive, is R symmetric. അഞ്ച് മാർക്ക് ക്വസ്റ്റ്യൻ, 5 മാർക്ക്. ഒരു സെറ്റ് തന്നിട്ടുണ്ട്. എ ക്രോസ് എ ഓർക്കണം, അന്ന് പഠിച്ചതുപോലെ എ ക്രോസ് എ 1 1 1 2 1 6 വരെ, 2 1 തൊട്ട് 2 6, അങ്ങനെ 6 1 തൊട്ട് 6 6 വരെ വരുന്ന ക്രോസ് പ്രോഡക്റ്റിന്റെ പാർട്ടായിട്ട് വരുന്ന റിലേഷൻ ആണ്. ഇങ്ങനെ ഓർഡേർഡ് പെയർ എഴുതുമ്പം എക്സ് കോമ വൈ ഫോം ആണ്, അല്ല ഐ കോമ ജെ എഴുതുമ്പം ഈ വരയുടെ അർത്ഥം മോഡുലസ് എന്നാണ്. ഇതിൽ ഏത് നെഗറ്റീവ്, മോഡുലസിനകത്ത് ഏത് വാല്യൂ നെഗറ്റീവ് വന്നാലും ആൻസർ പോസിറ്റീവ്, ഏത് വാല്യൂ പോസിറ്റീവ് വന്നാലും ആൻസർ പോസിറ്റീവ്. അങ്ങനെ എഴുതുമ്പം എ ക്രോസ് എ ഓർക്കണം. വീണ്ടും എയിൽ നിന്നും എയിലോട്ട് പോകുന്ന ക്രോസ് പ്രൊഡക്റ്റ്. അങ്ങനെ എഴുതുമ്പോൾ ഓർഡേർഡ് പെയർ ആയിട്ട് എഴുതുമ്പോൾ അതിന്റെ ഡിഫറൻസ് വാല്യൂ 2 വരുന്നത് വേണം എഴുതാൻ. അതാണ് റിലേഷൻ. എ ക്രോസ് എ. ഇതേപോലെ തന്നെ ഏതൊരു കേസും റിലേഷൻ പറയുമ്പോൾ ക്രോസ് പ്രോഡക്റ്റ് ഓർക്കണം. എ ക്രോസ് എ 1 തൊട്ട് 6 വരെ ഉള്ളത് ഓർക്കണം. ഓർഡേർഡ് പെയർ പറയുമ്പം അതിന്റെ ഡിഫറൻസ് 2 വരണം. ഒന്ന് പറഞ്ഞേ, ഇങ്ങോട്ട് ഓർഡേർഡ് പെയർ എഴുതുമ്പം അത് തമ്മിൽ എക്സ് കോമ വൈ അല്ല ഐ കോമ ജെ, അതിന്റെ ഡിഫറൻസ് 2 വരണം. ഒരെണ്ണം ഞാൻ പറയാം. 1 1 പറ്റത്തില്ല, ഡിഫറൻസ് 1 - 1 0 ആയിപ്പോയി. 1 2 പറ്റത്തില്ല, ഡിഫറൻസ് പറ്റത്തില്ല. 1 3 കണ്ടോ, 1 3 ഡിഫറൻസ് -2, മോഡുലസ് -2ന്റെ വാല്യൂ 2 ആണ്, 2. അങ്ങനെയുള്ള ഓർഡേർഡ് പെയർ പറഞ്ഞേ. അടുത്ത് 1 വെച്ച് വല്ലതും ഉണ്ടോ? ഇവിടുന്ന് അങ്ങോട്ട് മനസ്സിൽ ഓർത്ത് പറയണം. വൺ വെച്ചിട്ട് ഇങ്ങോട്ട് ഡിഫറൻസ് എടുക്കുമ്പോൾ 2 വരണം ആ പെയർ. 1 വെച്ചിട്ട് ഇനി 1 1 4 അതൊന്നും പറ്റത്തില്ല. 2 വെച്ച് പറഞ്ഞേ വാല്യൂസ്. 2 4 2 4 കറക്റ്റ്. പിന്നെ 2 വെച്ച് പനിയില്ല. 3 വെച്ചിട്ട് 3 5 3 5 4 6 4 6 3 1 4 2 5 3 6 4. ആ ശരിയാ. 3 1 4 2 5 3 6 4 കറക്റ്റ്, ശരിയാണ്. ഡിഫറൻസ് വാല്യൂ 2 വരും. മോഡുലസിനകത്ത് നെഗറ്റീവ് വന്നാൽ ആ വാല്യൂ പോസിറ്റീവ് ആകും. ഇതാണ് റിലേഷൻ. റിഫ്ലെക്സീവ്, ഇത് നമ്മൾ മനസ്സിൽ ഓർക്കാവുള്ളൂ. ഒരു സെറ്റ് തന്നു, റിഫ്ലെക്സീവ് ആകണമെങ്കിൽ അന്ന് പഠിച്ചു. ഒരു സെറ്റ് തരുമ്പം ആ റിലേഷനിൽ 1 1 2 2 3 3 4 4 5 5 6 6 വേണം. അപ്പൊ 6 റിഫ്ലെക്സീവ് അല്ല. അപ്പൊ നമ്മൾ പറയും R is not reflexive. R is not reflexive. R is not reflexive. റിഫ്ലെക്സീവ് അല്ലാത്തതിന്റെ റീസൺ എഴുതണം. സിൻസ് ഏതേലും ഒരു പെയർ ഇല്ലെന്ന് കാണിച്ചാൽ മതി. 1 1 നോട്ട് ആൻ എലമെന്റ് ഇൻ ആർ. ഏതേലും ഒരു ഗ്രൂപ്പ് ഇല്ലെന്ന് കാണിച്ചാൽ മതി. സിൻസ് 1 1 നോട്ട് ആൻ എലമെന്റ് ഇൻ ആർ. പിന്നെ സിമെട്രിക് ആണോ നോക്കാൻ ഈ റിലേഷനിലാണ് നോക്കേണ്ടത്. 1 3 ഉണ്ടെങ്കിൽ 3 1 വേണം, അതുണ്ട്. 2 4 ഉണ്ടെങ്കിൽ 4 2 ഉണ്ട്. 3 5 ഉണ്ടെങ്കിൽ 5 3 ഉണ്ട്. 4 6 ഉണ്ടെങ്കിൽ 6 4 ഉണ്ട്. അപ്പൊ നമ്മൾ പറയും
R is symmetric. R is symmetric. അപ്പൊ R സിമെട്രിക് ആണ്. പോസിറ്റീവ് ആണ് ബാക്കി എഴുതേണ്ട. R is symmetric. R സിമെട്രിക് ആണ്. ട്രാൻസിറ്റീവ് ആണോ നോക്കാൻ എ ബിയും ബി സി ഉണ്ടെങ്കിൽ എ സി വേണം. 1 3യും 3 5 ഉണ്ട്. ഇപ്പൊ 1 5 ഉണ്ടോ നോക്കിയപ്പോ 1 5 ഇല്ല. 2 4 4 6 ഉണ്ട്. അപ്പൊ 2 6 ഇല്ല. ഏതേലും ഒരു കേസിൽ ഇല്ലെങ്കിൽ അത് ട്രാൻസിറ്റീവ് അല്ല. അപ്പൊ ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണിത്. ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. നോട്ട് ചേർത്ത് വന്നാൽ റീസൺ എഴുതണം. സിൻസ് ജനറൽ ആയിട്ട് എഴുതിയാലും മതി. സിൻസ് എ ബി ബി സി എലമെന്റ് ഇൻ ആർ ബട്ട് എ സി നോട്ട് ആൻ എലമെന്റ് ഇൻ ആർ എന്ന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ 1 3 3 5 element in R. 1 3 3 5 element in R but 1 5 not an element in R. 1 3 3 5 അതിലുണ്ട് but 1 5 not an element in R. ഇത്ര എഴുതുന്നതിന് 5 മാർക്ക് കിട്ടും. അടുത്തത് 3 മാർക്ക് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഡുവൽ. ഫൈൻഡ് ദി ഡുവൽ എ യൂണിയൻ ബി യൂണിയൻ സി. ഫൈൻഡ് ദി ഡുവൽ. 3 മാർക്ക് ഇത്. എ യൂണിയൻ ബി യൂണിയൻ സി. സെറ്റിനകത്താണ് ഡുവൽ എഴുതുന്നതെങ്കിൽ യൂണിയന് പകരം ഇന്റർസെക്ഷനും ഇന്റർസെക്ഷന് പകരം യൂണിയനും എഴുതണം. പ്രൊപ്പോസിഷനകത്താണ് എഴുതുന്നതെങ്കിൽ ആൻഡിന് പകരം ഓറ്, ഓറിന് പകരം ആൻഡ്, ട്രൂവിന് പകരം ഫോൾസ്, ഫോൾസിന് പകരം ട്രൂ. ഇത്രയാണ് അവിടെ എഴുതേണ്ടത്. ഇതിനകത്ത് ഓർ എല്ലാം യൂണിയൻ മാറ്റി ഇന്റർസെക്ഷൻ, ഇന്റർസെക്ഷൻ മാറ്റി യൂണിയനും എഴുതുമ്പം എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. അത്രേ ഉള്ളൂ. പിന്നെ അവിടെ എഴുതുകയും വേണം റീപ്ലേസ് യൂണിയൻ ബൈ ഇന്റർസെക്ഷൻ കോമ ഇന്റർസെക്ഷൻ ബൈ യൂണിയൻ. അടുത്തത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. യൂസ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. യൂസ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ടു പ്രൂവ് ദാറ്റ്. യൂസ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ use mathematical induction to prove that 1 square plus മാർക്ക് 4 മാർക്കാണ്. 1 square plus 2 square plus 3 square plus etc plus n square. Use mathematical induction. 1 square plus 2 square plus 3 square plus etc plus n square is equal to n into n plus 1 into 2n plus 1 by 6. n into n plus 1 into 2n plus 1 by 6. Use mathematical induction to prove that എന്നും പറഞ്ഞ് ഇതാ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് നിങ്ങൾക്കറിയാം 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന് ആദ്യം എന്നിലുള്ളതാണെങ്കിൽ ഒരു പേര് കൊടുത്തു,
മൂന്ന് സ്റ്റെപ്സേ ഉള്ളൂ. ഫസ്റ്റ് വാല്യൂന് പ്രൂവ് ചെയ്യണം, ഇടയ്ക്കുള്ള ഒരു പോയിന്റിന് അസ്യൂം ചെയ്യണം, അടുത്ത പോയിന്റിന് പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പൊ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ എന്നിന് 1 ഇട്ട് കൊടുത്തു. ഫോർ n ഈസ് ഈക്വൽ ടു 1. അപ്പൊ LHS എഴുതുമ്പം എന്നിന് 1 ഇട്ട് കൊടുക്കുമ്പോ ലെഫ്റ്റ് സൈഡ് 1 ഇട്ട് കൊടുക്കുമ്പോ ലെഫ്റ്റ് സൈഡ് n ഉള്ള ടേം ആണ് 1 സ്ക്വയർ. 1 സ്ക്വയറിന്റെ വാല്യൂ 1. RHSന്റെ വാല്യൂ n ഇൻറ്റു n+1 ഇൻറ്റു 2n+1 ബൈ 6. എന്നിന് 1 ഇട്ട് കൊടുക്കുമ്പോ 1 ഇൻറ്റു 1+1 2 ഇൻറ്റു 2 ഇൻറ്റു 1 2+1 3 ബൈ 6. 6 ബൈ 6 1 ആയി. അന്നേരം നിങ്ങൾ എഴുതും LHS ഈസ് ഈക്വൽ ടു RHS. LHS is equal to RHS. Therefore, the result is true for n is equal to 1. Therefore, the result is true for n is equal to 1, comma P of 1 is true. Therefore, the result is true for n is equal to 1, comma P of 1 is true. P of 1 is true. ഫസ്റ്റ് വാല്യൂന് പ്രൂവ് ചെയ്ത് കാണിച്ചു. P of 1 ഈസ് ട്രൂ. പിന്നെ സ്റ്റെപ്പ് 2 ഒരു പോയിന്റിന് അസ്യൂം ചെയ്തിട്ട് അടുത്ത പോയിന്റിനായിരുന്നു പ്രൂവ് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ സ്റ്റെപ്പ് 2 അസ്യൂം ദാറ്റ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ n ഈസ് ഈക്വൽ ടു k, കോമ P of k ഈസ് ട്രൂ. Assume that the result is true for n is equal to k, comma P of k is true. n-ന് പകരം k ഇട്ട് കൊടുക്കുമ്പം ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം, അടുത്ത പോയിന്റിന് പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പൊ അന്ന് പഠിച്ചതുപോലെ n-ന് പകരം k ഇട്ട് കൊടുക്കുമ്പം ഇത് ശരിയാണെന്ന് അസ്യൂം ചെയ്യണം. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് k square is equal to k into k plus 1 into 2k plus 1 by 6. ഇതിനെ അസ്യൂം ചെയ്തിട്ട് പ്രൂവ് ചെയ്ത് കാണിക്കണം. n-ന് പകരം k plus 1 ഇത് ശരിയാണെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പൊ നോക്കുക, 1 തൊട്ട് 100 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ ആണെങ്കിൽ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് 100 ഇൻറ്റു 100 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു 100 പ്ലസ് 1 ബൈ 6 ആണ്. 1 തൊട്ട് n വരെ ആണെങ്കിൽ ഇവിടെ എല്ലാം n ആണ്. 1 തൊട്ട് k വരെ ആണെങ്കിൽ ഇവിടെ എല്ലാം k ആണ് വരിക. അപ്പൊ 1 തൊട്ട് k പ്ലസ് 1 വരെ ആണെങ്കിൽ ഇതിന്റെ നമുക്ക് ഇൻഡക്ഷന്റെ പ്രത്യേകത അറിയാം. എന്താണോ പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത് ആ ആൻസർ നമുക്ക് നേരത്തെ അറിയാം. k പ്ലസ് 1 വരെ ആണെങ്കിൽ n-ന് പകരം k പ്ലസ് 1 ആയിരിക്കും വരേണ്ടത്. k പ്ലസ് 1 ഇൻറ്റു അത് പെൻസിൽ ഉപയോഗിച്ച് സൈഡിലോ വല്ല എഴുതി അതിലോട്ട് കൊണ്ടുവന്ന് എത്തിക്കണം ആൻസർ. k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 1 പ്ലസ് 1 k പ്ലസ് 2 ഇൻറ്റു 2 ഇൻറ്റു k പ്ലസ് 1 2 ഇൻറ്റു k പ്ലസ് 1 പ്ലസ് 1 ബൈ 6 ഈ ആൻസറിൽ എത്തിക്കണം. k plus 1 into k plus 2 into 2 into k plus 1 plus 1 by 6. k plus 1 into k plus 2 into 2 into k 2k plus 2 plus 1 plus 3 2k plus 3 by 6 ഈ ആൻസറിൽ എത്തിക്കണം. 2k plus 2 ഈ ആൻസറിൽ കൊണ്ടുവന്ന് എത്തിക്കണം. n-ന് പകരം k പ്ലസ് 1 ഇട്ട് കൊടുക്കും. ഇതാണ് അവിടുത്തെ ആൻസർ, ഇതിലെത്തിക്കണം. അപ്പൊ P ഓഫ് k പ്ലസ് 1 ഇട്ട് കൊടുത്തപ്പം n ഉള്ളിടത്തെല്ലാം n വരെയാണിത്. n-ന് പകരം k പ്ലസ് 1 കൊടുക്കുമ്പം 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് k പ്ലസ് 1 ദോൾ സ്ക്വയർ. അപ്പൊ ഇവിടെ
K+1 തൊട്ടു പുറകിലുള്ളത് ഇതെല്ലാം നാച്ചുറൽ നമ്പേഴ്സ് ആണ്, ഒന്ന് വീതമാണ് കുറവ്. തൊട്ടു പുറകിലുള്ള വാല്യൂ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് K+1 പുറകിലുള്ളത് K സ്ക്വയർ പ്ലസ് K+1 ഹോൾ സ്ക്വയർ. ഇത്ര എഴുതി. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് K സ്ക്വയർ പ്ലസ് K+1 ഹോൾ സ്ക്വയർ. ഇവിടുന്ന് ഇവിടെ വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയറിന്റെ സം ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ അത് അവിടെ ഇട്ട് കൊടുത്തു. ഇവിടുന്ന് ഇവിടെ വരെയുള്ളതിന്റെ സ്ക്വയറിന്റെ സം K ഇൻറ്റു K+1 ഇൻറ്റു 2K+1 ബൈ 6. ഇത്രയതിന്റെ സം ഇവിടെ ഉണ്ട്, പ്ലസ് K+1 ഹോൾ സ്ക്വയർ. ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ നിൽക്കരുത്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അറേഞ്ച് ചെയ്ത് ഈ ആൻസറിൽ കൊണ്ടുവന്ന് എത്തിക്കണം. K ഇൻറ്റു K+1 ഇൻറ്റു 2K+1 പ്ലസ് 6 ഇൻറ്റു K+1 ഹോൾ സ്ക്വയർ ബൈ 6. രണ്ട് ടേം, ഇത് ഫസ്റ്റ് അത് സെക്കൻഡ്. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് വെളിയിലോട്ട് കൊടുക്കണം. K+1 വെളിയിൽ കൊടുത്തു, ബാക്കി മിച്ചം K ഇൻറ്റു K+1 വെളിയിലെടുത്തു, ബാക്കി മിച്ചം K ഇൻറ്റു 2K+1 പ്ലസ് ഇവിടുന്ന് ഒരു K+1 വെളിയിലെടുത്തപ്പോ മിച്ചം 6 ഇൻറ്റു K+1 ബൈ 6. ഒരു K+1 എടുത്തപ്പോ K ഇൻറ്റു 2K+1 പ്ലസ് 6 ഇൻറ്റു K+1 ബൈ 6. ബ്രാക്കറ്റ് മാറ്റി അറേഞ്ച് ചെയ്തപ്പം K+1 ഇൻറ്റു 2K ഇൻറ്റു K 2K സ്ക്വയർ പ്ലസ് K ഇൻറ്റു 1 K പ്ലസ് 6K പ്ലസ് 6 ബൈ 6. ഒരേപോലത്തെ പവർ വരുന്ന ആഡ് ചെയ്യണം. 1K പ്ലസ് 6K 7K. അപ്പൊ K+1 ഇൻറ്റു 2K സ്ക്വയർ പ്ലസ് 7K പ്ലസ് 6 ഡിവൈഡഡ് ബൈ 6. 2K സ്ക്വയർ പ്ലസ് 7K പ്ലസ് 6 ബൈ 6. ഈ ആൻസർ ആണ് എത്തിക്കേണ്ടത്. അപ്പൊ അവിടെ ഒരു K+1 ഉണ്ട്. ഈ 2K സ്ക്വയർ പ്ലസ് 7K പ്ലസ് 6 ഫാക്ടറൈസ് ചെയ്തെടുക്കണം. 2K സ്ക്വയർ പ്ലസ് 7K പ്ലസ് 6 ഫാക്ടറൈസ് ചെയ്ത് മാറ്റണം, ഘടകങ്ങളാക്കി മാറ്റണം. എയുടെ വാല്യൂ 2, ബിയുടെ വാല്യൂ 7, സിയുടെ വാല്യൂ 6. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് ചെയ്യണം. അപ്പൊ Kക്ക് 2 വാല്യൂസ് ആണ് കിട്ടുന്നത്, ഒരു വാല്യൂ -2. അത് നിങ്ങൾ ചെയ്യണം, അല്ലെ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ നിന്ന് ചെയ്യണം. മറ്റേ വാല്യൂ Kയുടേത് -3/2. ഇത് രണ്ടുമാണ് വാല്യൂസ് കിട്ടുന്നത്. ഈ 2 വാല്യൂസ് ഇങ്ങനെ കിട്ടുന്നതാണ് ഫാക്ടേഴ്സ്. അതിനെ വാല്യൂസ് അല്ല റൂട്ട്സ്, അതിനെ ഫാക്ടേഴ്സ് ആയിട്ട് കൊടുക്കണം. അപ്പുറത്തുള്ള വാല്യൂ ഇപ്പുറത്ത് എഴുതണം. അപ്പൊ K+2 is equal to 0. K plus 3/2 is equal to 0. അപ്പൊ ഇത് ഓക്കെ. ഇതിലെ ഫ്രാക്ഷൻ കളയാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 2K plus 3/2. ആ 2 അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പം 2K plus 3 is equal to 0. അപ്പൊ 2K സ്ക്വയർ പ്ലസ് 7K പ്ലസ് 6 എന്ന് പറഞ്ഞാൽ ഈ 2 ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് കൊടുക്കാം. K+2 ഇൻറ്റു 2K plus 3. ഇങ്ങനെ പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ 2K സ്ക്വയർ പ്ലസ് 7K പ്ലസ് 6നെ ഇങ്ങനെ രണ്ടായിട്ട് 2 ഫാക്ടറിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. അത് ബ്രാക്കറ്റ് മാറ്റുമ്പോഴാണ് ഈ ക്വാഡ്രാറ്റിക് കിട്ടുന്നത്. അപ്പൊ ഇവിടെ K+1 ഇൻറ്റു 2K സ്ക്വയർ പ്ലസ് 7K പ്ലസ് 6ന് പകരം K+2 ഇൻറ്റു 2K പ്ലസ് 3 ഡിവൈഡഡ് ബൈ 6. അപ്പൊ നമ്മൾ എന്താണോ കിട്ടേണ്ട ആൻസർ, ഇൻഡക്ഷന്റെ പ്രത്യേകത അതാണ്, ഏത് ആൻസർ ആണോ കിട്ടേണ്ടത് അതിൽ കൊണ്ടുവന്ന് എത്തിക്കണം. P of K+1 is true. ബാക്കി നിങ്ങൾക്ക് അറിയാം. P of K+1 is true. Hence by mathematical induction
The result is true for all positive integers. അങ്ങനെയായിരുന്നു നമ്മൾ അത് ചെയ്ത് നിർത്തിയത്. Hence by mathematical induction the result is true for all positive integers. പിന്നെ അടുത്തത് question. Find the edge chromatic number. Find the edge chromatic number. Find the edge chromatic number. Chromatic number. Edge chromatic number. Denote ചെയ്യുന്നത് ഇത് psi. ഈ ഇങ്ങനെ വരയ്ക്കുന്ന എക്സ് ഇങ്ങനെ സ്റ്റൈലായിട്ട് എഴുതുന്ന psi ആണ്. വെറും psi ഓഫ് ജി എന്ന് പറഞ്ഞാൽ വെർട്ടെക്സ് ക്രോമാറ്റിക് നമ്പറും psi ഡാഷ് ജി എന്ന് പറഞ്ഞാൽ എഡ്ജ് ക്രോമാറ്റിക് നമ്പറുമാണ്. എഡ്ജ് ക്രോമാറ്റിക് നമ്പർ. എഡ്ജ് ക്രോമാറ്റിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് K3യുടെ ഇതും K4ന്റെ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ കാണാനാണ് ക്വസ്റ്റ്യൻ. K3യും K4ഉം നമ്മൾ അന്ന് കളറിങ് പഠിച്ചു. കളറിങ് എന്ന് പറഞ്ഞാൽ വെർട്ടെക്സ് ക്രോമാറ്റിക് നമ്പർ അല്ലെ വെർട്ടെക്സ് കളറിങ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് ആയിട്ടുള്ള വെർട്ടെക്സിന് സെയിം കളർ കൊടുക്കാൻ പാടില്ല. തന്നിരിക്കുന്നതിലെ മിനിമം കളർ കൊണ്ട് മൊത്തത്തിൽ ഫില്ല് ചെയ്യുകയും വേണം. കളറിങ്ങിനകത്ത് അഡ്ജസന്റ് വെർട്ടീസസിന് സെയിം കളർ പാടില്ല, മിനിമം നമ്പർ കൊണ്ട് കളർ ഫില്ല് ആവുകയും വേണം. അതുപോലെ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് എഡ്ജസിന് സെയിം കളർ വരാൻ പാടില്ല, മിനിമം കളർ കൊണ്ട് അത് ഫില്ല് ചെയ്യുകയും വേണം. അഡ്ജസന്റ് എഡ്ജസിന് സെയിം കളർ വരാൻ പാടില്ല. K3 വരയ്ക്കാൻ അറിയാം. K3 V1 V2 V3. K3 അറിയാം. ഏതൊരു പെയർ ഓഫ് വെർട്ടീസസ് എടുത്താലും കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജ് വേണം. ഇത് K3 ആ. K3 അഡ്ജസന്റ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് എഡ്ജ് അഡ്ജസന്റ് ആകാനുള്ള കാരണം കോമൺ ആയിട്ട് ഒരു വെർട്ടെക്സ് ഉണ്ട്. ഈ രണ്ട് എഡ്ജസ് അഡ്ജസന്റ് ആണ്, കോമൺ ആയിട്ട് ഒരു വെർട്ടെക്സ്. ഇത് തമ്മിൽ അഡ്ജസന്റ് ആകാനുള്ള റീസൺ കോമൺ വെർട്ടെക്സ് ഉണ്ട്. അഡ്ജസന്റ് വെർട്ടെക്സ് എങ്ങനെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ ഇത് രണ്ടും അഡ്ജസന്റ് ആകാനുള്ള റീസൺ കോമൺ ആയിട്ട് ഒരു എഡ്ജ് ഉണ്ട്. അടുത്തടുത്തുള്ള എഡ്ജസ് അഡ്ജസന്റ് എഡ്ജസിന് സെയിം കളർ കൊടുക്കാൻ പാടില്ല. ഇതിനിപ്പോ ഒരു കളർ കൊടുത്തു 1. അപ്പൊ ആ കളർ തന്നെ ഇവിടെ കൊടുക്കാൻ പറ്റില്ല, ഇത് അഡ്ജസന്റ് എഡ്ജ് ആണ്. അത് തന്നെ ഇവിടെയും കൊടുക്കാൻ പറ്റില്ല, അഡ്ജസന്റ് ആണ്. അപ്പൊ ഇത് വേറെ കളർ കൊടുത്തു 2. ഇത് എല്ലാം തമ്മിൽ അഡ്ജസന്റ് ആണ്. അപ്പൊ ഇത് 3. 3 കളർ എഡ്ജസിന് കൊടുത്താൽ മാത്രമേ അവിടെ കളർ ഫില്ല് ആകത്തുള്ളൂ. അപ്പൊ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ, അവിടുത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 കളർ കൊടുക്കണം, അതാണ് ആൻസർ 3. K4 വരച്ച് ഇതേപോലെ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ കണ്ട് K4 4 വെർട്ടീസസ് K4. V3 V4 വരയ്ക്കും. ഏതൊരു പെയർ ഓഫ് വെർട്ടീസസ് എടുത്താലും ജോയിൻ ചെയ്യുന്ന ഒരു എഡ്ജ് വേണം. V1 V2 V1 V3 V1 V4. V2 V1 ഉണ്ട്, V2 V3 V2 V4. പിന്നെ V3 V1 V3 V2 V3 V4. കളർ കൊടുത്ത് ഇവിടെ ഒരു V1 V2 ഒരു കളർ കൊടുത്തു 1. ആ 1 ഇനി എവിടെ കൊടുക്കാന്ന് നോക്കി, അഡ്ജസന്റ് അല്ലാത്തതിനെല്ലാം കൊടുക്കണം. വേറെ എവിടെ കൊടുക്കാം? അങ്ങനെ കൊടുത്ത് ഫില്ല് ചെയ്ത്
സെയിം വരുന്നിടത്ത് സോറി അഡ്ജസന്റ് എഡ്ജസ് വരുന്നിടത്ത് കൊടുക്കരുത്. V2 V3 അഡ്ജസന്റ് ആണ്, V3 V4 അഡ്ജസന്റ് ആണ്. അതെ, ഇപ്പൊ ഇത് അഡ്ജസന്റ് അല്ല, കണ്ടോ? അവിടെ ആ കളർ കൊടുത്തു. പിന്നെ അടുത്ത കളർ V2 V3ക്ക് ഒരു കളർ കൊടുത്തിട്ടു. അത് വേറെ എവിടെ കൊടുക്കാമെന്ന് നോക്കിയേ. നോക്കിയേ, ഒന്ന് പറഞ്ഞേ, വേറെ എവിടെ കളർ ഫില്ല് ചെയ്യാം? സെയിം കളറ് അഡ്ജസന്റ് എഡ്ജസിന് കൊടുക്കരുത്. ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്യണം. ചെയ്തിട്ട് ഡൗട്ട്സ് ഉണ്ട് എന്നോട് പറഞ്ഞാൽ മതി. അതിന്റെ ക്രോമാറ്റിക് നമ്പർ 3 ആണ് വരിക. 3 അത് ഫില്ല് ചെയ്യണം. 3 അതേപോലെ 3 ആണ് വരുന്ന 3 മിനിമം കളർ കൊണ്ട് മൊത്തത്തിൽ എഡ്ജസ്റ്റിനെ ഫില്ല് ചെയ്യാം. വേറെ ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദി ക്രോമാറ്റിക് നമ്പർ. എഡ്ജ് ക്രോമാറ്റിക് എന്ന് പറഞ്ഞാലേ ഇങ്ങനെയുള്ളൂ. ഡിറ്റർമിൻ ദി ക്രോമാറ്റിക് നമ്പർ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഇതിന്റെ എഡ്ജ് ക്രോമാറ്റിക് നമ്പർ 3 മാർക്ക്. എഡ്ജ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചെയ്തേ. അല്ല, എഡ്ജ് അല്ല, സോറി, ഫൈൻഡ് ദി ക്രോമാറ്റിക് നമ്പർ എന്നാണ്. ക്രോമാറ്റിക്, എഡ്ജ് ക്രോമാറ്റിക് ആണ് പറയും. ക്രോമാറ്റിക് നമ്പർ അല്ല, ചിലപ്പോ ഇങ്ങനെ ആയിരിക്കും, സൈ ഓഫ് ജി എന്നായിരിക്കും. ഫൈൻഡ് ദി ക്രോമാറ്റിക് നമ്പർ. ഇനി അറിയത്തില്ലേ, പേര് കൊടുക്കണം. V1 V2 V3 V4 V5 ചെയ്തേ. വെർട്ടെക്സിന് കളർ കൊടുത്ത് ചെയ്ത്. V6 കൂടെ ഉണ്ട്, നടുക്കൊരു വെർട്ടെക്സ് V6. V1 ഒരു കളർ കൊടുത്തു 1. ആ 1 വേറെ എവിടെ കൊടുക്കാവോ നോക്ക്. അഡ്ജസന്റ് വെർട്ടീസസ് തമ്മിൽ സെയിം കളർ പാടില്ല. ആ കളർ അവിടെ എവിടെയെങ്കിലും കൊടുക്കാൻ പറ്റുമോ? V2 V3 V4 V5 V6. രേഷ്മ പറയുന്നൊന്നും കേൾക്കുന്നില്ലായിരുന്നോ? കേൾക്കാം മിസ്. ആ ശരിയേട്ടാ, ഓക്കെ. V1 ഒരു കളർ കൊടുത്തു. ആ കളർ വേറെ എവിടെയെങ്കിലും ഫില്ല് ചെയ്യാവോ നോക്കിയേ. അഡ്ജസന്റ് ആകരുത്. V6 അവിടെ അഡ്ജസന്റ് അല്ല, കണ്ടോ? V1 അഡ്ജസന്റ് അല്ല. അപ്പൊ V6 സെയിം കളർ കൊടുത്തു 1. പിന്നെ അടുത്തത് V2 ഈ സെയിം കളർ പാടില്ല, അഡ്ജസന്റ് ആണ്. V3 അഡ്ജസന്റ് ആണ്. അപ്പൊ വേറെ കളർ ഇവിടെ കൊടുത്തു 2. അതേ കളറ്
V4 പറ്റത്തില്ല. പിന്നെ 2 അങ്ങനെ ഫില്ല് ചെയ്ത് നോക്കിക്കേ. ഇവിടെ കൊടുക്ക ആ കളർ 2, ആ കളർ കൊടുത്തു, 2 കൊടുത്തു. അപ്പൊ ഇതിന് അഡ്ജസ്റ്റന്റ് ആണ്. അപ്പൊ ഇവിടെ ഒരു കളർ കൊടുത്തു 3, അതേ കളർ ഇവിടെയും കൊടുക്കാം 3. അപ്പൊ അവിടെ ക്രോമാറ്റിക് നമ്പർ എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 ആണ് ക്രോമാറ്റിക് നമ്പർ. 3 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. ഡെഫിനിഷൻ ഉണ്ട് കുറെ ഗ്രാഫിന്റെ ഒക്കെ. പിന്നെ ക്രസ്കൽസ് അൽഗോരിതം, പ്രിംസ് അൽഗോരിതം, അതിന്റെ എല്ലാം ക്വസ്റ്റ്യൻ ഉണ്ട്. റിപ്പീറ്റഡ് ആണ്. ഒരു ഗ്രാഫിന്റെ കോംപ്ലിമെന്റ് കാണാനുണ്ട് ക്വസ്റ്റ്യൻ. റെക്കറൻസ് പ്രോബ്ലം എല്ലാം അതിനകത്ത് ക്വസ്റ്റ്യൻ ഉണ്ട്. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്ജങ്ക്റ്റീവ് നോർമൽ ഫോം ട്രൂത്ത് ടേബിൾ ഫോം ചെയ്യാൻ ക്വസ്റ്റ്യൻ ഉണ്ട്. കൺജങ്ക്റ്റീവ് നോർമൽ ഫോം ഉണ്ട്. ടോട്ടോളജി ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ, കോൺട്രഡിക്ഷൻ, ഇതെല്ലാം ഉണ്ട്. പിന്നെ 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നു. ഹൗ മെനി പെർമ്യൂട്ടേഷൻസ് ആർ there of the letters? How many permutations are there of the letters? How many permutations are there of the letters taken all at a time? How many permutations are there of letters taken all at a time? All at a time of the word Allahabad. Allahabad. Of the word Allahabad. How many permutations are there of the letters taken all at a time of the word Allahabad? 2 മാർക്ക് അല്ല, സോറി 3 മാർക്കാണത്. 3 പെർമ്യൂട്ടേഷനിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ അന്ന് പഠിച്ചതുപോലെ ഓർക്കണം. മൊത്തം എത്ര ലെറ്റർ റിപ്പീറ്റഡ് ഉണ്ടോ, റിപ്പീറ്റഡ് അല്ല, മൊത്തം എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. 1 2 3 4 5 6 7 8. അപ്പൊ 8 ഫാക്ടോറിയൽ ബൈ ഓരോന്ന് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എ 1 2 3 3 ഫാക്ടോറിയൽ ഇൻറ്റു എൽ 2 ഫാക്ടോറിയൽ ഇൻറ്റു എച്ച് 1 ഫാക്ടോറിയൽ ഇൻറ്റു ബി 1 ഫാക്ടോറിയൽ ഇൻറ്റു ഡി 1 ഫാക്ടോറിയൽ. അത് ചെയ്തെടുക്കണം. 3 മാർക്ക് കിട്ടും. അടുത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ റൂട്ട് 2 ഈസ് ഇറാഷണൽ ഒക്കെ പഠിച്ചു. അത് റൂട്ട് 5ന്റെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നു. ഒരു ബൈനോമിയൽ എക്സ്പാൻഷൻ തന്നിട്ട് ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് കാണാൻ ചെയ്യിപ്പിച്ചതാണ്. ഇൻഡിപെൻഡന്റ് ടേം കാണാൻ, എക്സ് വരാത്ത ടേം.
ഒരു ക്വസ്റ്റ്യൻ. ലെറ്റ് എഫ് ഫ്രം R to R, G from R to R be defined by f of x is equal to x plus 1, g of x is equal to 2x square plus 3. Find f dot g of x. Find f dot g of x. G dot f of x. F dot g of x ഉം g dot f of x ഉം ചെയ്തേ. എഫ് ഡോട്ട് ജി ഓഫ് എക്സും ജി ഡോട്ട് എഫ് ഓഫ് എക്സും കോമ്പോസിഷൻ ആണെന്ന് അറിയാം. എഫ് ഡോട്ട് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് ജി ഓഫ് എക്സ്. അപ്പൊ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x സ്ക്വയർ പ്ലസ് 3. ജി ഓഫ് എക്സ് 2x സ്ക്വയർ പ്ലസ് 3. എഫ് ഓഫ് ജി ഓഫ് എക്സ് 2x സ്ക്വയർ പ്ലസ് 3. എഫിനകത്ത് എന്താണോ വരുന്നത് ആ വാല്യൂ പ്ലസ് 1 അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എക്സ് പ്ലസ് 1. എഫിനകത്ത് എന്ത് വരുന്നോ ആ വാല്യൂ പ്ലസ് 1. ഇത് മൊത്തം എക്സ്, ഇതിനെ മൊത്തം എക്സ് ആയിട്ട് എടുക്കണം. അപ്പൊ 2x സ്ക്വയർ പ്ലസ് 3 ഇതാണ് എക്സ്, ആ വാല്യൂ പ്ലസ് 1. അപ്പൊ 2x സ്ക്വയർ പ്ലസ് 4. ഇതാണ് എഫ് ഡോട്ട് ജി ഓഫ് എക്സ്. എഫ് ഓഫ് ജി ഓഫ് എക്സ്. തിരിച്ച് ചെയ്ത് ജി ഡോട്ട് എഫ് ഓഫ് എക്സ്. ജി ഡോട്ട് എഫ് ഓഫ് എക്സ്. ജി ഓഫ് എഫ് ഓഫ് എക്സ്. ജി ഓഫ് എഫ് ഓഫ് എക്സ്. ജി ഓഫ് എഫ് ഓഫ് എക്സ്. എക്സ് പ്ലസ് 1. ജി ഓഫ് എക്സ് പ്ലസ് 1. ജി ഓഫ് എക്സ് പ്ലസ് 1. ജി ഓഫ് എക്സ് അറിയാം 2 into x square plus 3. ഇതിന്റെ സ്ക്വയർ ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 2 into x square plus 3. ഇത് മൊത്തമാണ് എക്സ്, ഇത് മൊത്തം എക്സ് ഇട്ട് കൊടുത്തേ. ജി ഓഫ് എക്സ് 2x square plus 3. ജി ഓഫ് ഇത് മൊത്തമാണ് എക്സ്. അപ്പൊ 2 into ഇതാണ് എക്സ്. അപ്പൊ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 3. ജിക്കകത്ത് എക്സ് വന്ന 2 into x square plus 3 ആണ്. അപ്പൊ ജി ഓഫ് ഇത് മൊത്തം എക്സ്. 2 into ആ എക്സ് സ്ക്വയർ പ്ലസ് 3. 2 into എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് 2ab. 2 into 1 into എക്സ് പ്ലസ് ബി സ്ക്വയർ പ്ലസ് 3. അപ്പൊ 2x സ്ക്വയർ പ്ലസ് 2 into 2x 4x പ്ലസ് 2 into 1 2 പ്ലസ് 3. അപ്പൊ ആൻസർ 2x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 2 പ്ലസ് 3 5. അതാണ് ആൻസർ. 2x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5 പരീക്ഷയ്ക്ക് വന്നാണ്. 2 പ്രാവശ്യമാണെന്ന് തോന്നുന്നത് വന്നത് സെയിം ക്വസ്റ്റ്യൻ. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ, ഒരു ഫംഗ്ഷൻ തന്നിട്ട് ഇൻവേഴ്സ് കാണാനുണ്ട്. പഠിക്കണം, അറിയാം. പിന്നെ എഫ് ഡോട്ട് ജിയും ജി ഡോട്ട് എഫും ഇതേപോലെ വാല്യൂസ് ഇങ്ങനെ തരുമ്പം 1 2 3 2 3 1 ഇങ്ങനെ വാല്യൂസ് തരുന്ന കേസിലും എഫും ജിയും എഫ് ഡോട്ട് ജിയും ജി ഡോട്ട് എഫും എല്ലാം ചെയ്യണം. പ്രോബബിലിറ്റി പഠിക്കണം, ട്രൂത്ത് ടേബിള്, പിന്നെ സർക്യൂട്ടിൽ നിന്നുള്ള ബൂളിയൻ എക്സ്പ്രഷൻ സർക്യൂട്ടിന്റെ പഠിക്കണം. ഇതൊക്കെ പഠിച്ച ഒരു നല്ല മാർക്കൊക്കെ മേടിക്കാം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ കൺസ്ട്രക്ട് ലോജിക് സർക്യൂട്ട്
x1 കോംപ്ലിമെന്റ് ആൻഡ് x2 or x3 കോംപ്ലിമെന്റ്. ഇതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ സർക്യൂട്ട് ഡയഗ്രാം. അപ്പൊ 3 വേരിയബിൾ x1, x2, x3 ഉണ്ട്. അപ്പൊ x1 പിന്നെ x2, x3 3 വേരിയബിൾ. x1 കോംപ്ലിമെന്റ് ആണ്. അപ്പൊ ആ ഒരു ഡയഗ്രാം, ആ ഒരു ഇതാണല്ലോ കോംപ്ലിമെന്റ് x1 കോംപ്ലിമെന്റ്. പിന്നെ x2 അത് തന്നെ x3യുടെ കോംപ്ലിമെന്റ് ആണ്. x3 കോംപ്ലിമെന്റ് ഇതാണ് കോംപ്ലിമെന്റ് x3 കോംപ്ലിമെന്റ്. x1ഉം x2 or x3 കോംപ്ലിമെന്റ്. ഓർ ആണ്, ഓർ. അപ്പൊ ഇത് x2 ഇങ്ങോട്ട് പോട്ടെ, ഇത് x2 ഓർ ആണ്. ഓർ ഡയഗ്രാം ഇങ്ങനെയായിരുന്നു. ഓർ ഡയഗ്രാം x2 or x3 കോംപ്ലിമെന്റ്. x2 or x3 കോംപ്ലിമെന്റ്. അപ്പൊ ഇത് x1 ആണ്, ഇത് x1 കോംപ്ലിമെന്റ് ആൻഡ് ആണ്. ആൻഡ് ഡയഗ്രാം ഏതാന്ന് നോക്കിയേ. ആൻഡ് ഇതല്ലേ, ഇതായിരുന്നു ആൻഡ്. അപ്പൊ ഇവിടെ x1 കോംപ്ലിമെന്റ് ആൻഡ് x2 or x3 കോംപ്ലിമെന്റ്. 5 മാർക്ക് ആ ക്വസ്റ്റിന്. ഇതേപോലത്തെ ഡയഗ്രാം വരുന്നതാണ്. ഡയഗ്രാം ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യിക്കുന്നത്.